സഹകരണ നിയമ ഭേദഗതി നിയമപരമെന്ന് ഹൈക്കോടതി. നിയമ ഭേദഗതി ഭരണഘടനാ വിരുദ്ധമെന്ന സിംഗിൾ ബെഞ്ച് വിധി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കി. സംസ്ഥാന സർക്കാരിന്റെ അപ്പീലിലാണ് നടപടി. വായ്പാ സഹകരണ സംഘങ്ങളിൽ 3 തവണ തുടർച്ചയായി ഭരണസമിതി അംഗങ്ങളായവർക്ക് മത്സരിക്കാൻ വിലക്ക് ഏർപ്പെടുത്തിയതായിരുന്നു ഭേദഗതി. അഹമ്മദ് മുജിതബയുണ്ട്. മുജിതബ, സർക്കാരിന് ഇതൊരു നേട്ടമായി കണക്കാക്കാനാകുമോ? എന്തൊക്കെയാണ് ഇന്ന് കോടതിയിൽ നടന്ന വാദങ്ങൾ? സച്ചിൻ, വായ്പാ സഹകരണ സംഘങ്ങളിൽ 3 തവണ തുടർച്ചയായി ഭരണസമിതി അംഗങ്ങളായവർക്ക് മത്സരിക്കാൻ വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് നേരത്തെ സംസ്ഥാന സഹകരണ വകുപ്പ് ഒരു നിയമ ഭേദഗതി ഉണ്ടായിരുന്നു. അതിനെതിരെ പിന്നീട് ചില അംഗങ്ങൾ ഹൈക്കോടതിയിൽ പോവുകയും സിംഗിൾ ബെഞ്ച് സ്റ്റേ നൽകുകയും ചെയ്തു. ഈ സ്റ്റേ നീക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. നിയമ ഭേദഗതി ഭരണഘടനാ വിരുദ്ധമാണെന്ന സിംഗിൾ ബെഞ്ചിന്റെ വിധി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കുകയും ചെയ്തിരിക്കുന്നു. സംസ്ഥാന സർക്കാരിന്റെ അപ്പീൽ അനുവദിച്ചുകൊണ്ടാണ് ഡിവിഷൻ ബെഞ്ചിന്റെ നടപടി. എന്തായാലും ഇങ്ങനെ തുടർച്ചയായി ഭരണസമിതി അംഗങ്ങളായവർക്ക് മത്സരിക്കാൻ വിലക്ക് ഏർപ്പെടുത്തിയത് നിയമപരമാണെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കുകയും ചെയ്യുന്നു. വിലക്ക് ഏർപ്പെടുത്തിയ നിയമ ഭേദഗതി ഭരണഘടനാ വിരുദ്ധമാണെന്ന സിംഗിൾ ബെഞ്ചിന്റെ വിധിക്കെതിരെയാണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചിന്റെ സ്റ്റേ ഉള്ളത്. ഒരുപക്ഷെ സംസ്ഥാന സർക്കാർ സമർപ്പിച്ച 33 അപ്പീലുകൾ ജസ്റ്റിസുമാരായ അമിത് റാവൽ, KV ജയകുമാർ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് അനുവദിക്കുകയും ചെയ്തിരിക്കുന്നു. പ്രത്യേകിച്ച് ചില നിരീക്ഷണങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ട്. സഹകരണ സംഘങ്ങളുടെ ഭരണസമിതിയിലേക്ക് മത്സരിക്കാനുള്ള അവകാശം സഹകരണ നിയമപ്രകാരമായതിനാൽ നിയമ ഭേദഗതിയിലൂടെ നിയന്ത്രണം കൊണ്ടുവരാൻ നിയമസഭയ്ക്ക് അധികാരമുണ്ടെന്ന് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കുകയും ചെയ്യുന്നു. മാത്രമല്ല, തുടർച്ചയായി ഇങ്ങനെ ഒരേ വ്യക്തി തന്നെ ഒരേ പദവിയിൽ ഇങ്ങനെ തുടരുന്നത് ക്രമക്കേടുകൾക്ക് കാരണമാവും. മാത്രമല്ല, നമുക്കറിയാം, ഈ സംസ്ഥാനത്ത് സഹകരണ മേഖലയിൽ കണ്ടെത്തിയ നിരവധി ക്രമക്കേടുകളുടെ ഹിസ്റ്ററി നോക്കിയാൽ അതിലുൾപ്പെടെ ഒട്ടേറെ കാലം ഈ പദവിയിൽ തുടർന്ന ആളുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയരായിട്ടുള്ളത്. അതുകൊണ്ട് അതേ പദവിയിൽ തുടരുന്നത് ക്രമക്കേടുകൾക്ക് കാരണമാവുന്ന സംസ്ഥാന സർക്കാരിന്റെ അല്ലെങ്കിൽ സഹകരണ വകുപ്പിന്റെ വാദത്തിന് കഴമ്പുണ്ട് എന്നുകൂടി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കുന്നുണ്ട്. സച്ചിൻ. ശരി, സർക്കാരിന്റെ ഹർജിയാണ് ഹൈക്കോടതി ശരിവെച്ചത്. അഹമ്മദ് മുജിതബയാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.